തക്കു വേഗം നടക്ക്, ഈ വഴിയിലൊന്നും ആരുമില്ല. ഇത് നമ്മള് വേറെ വഴിയിലൂടെയല്ലേ വന്നേ. മാമി പറഞ്ഞ വഴിയിലൂടെ തന്നെ വന്നാ മതിയായിരുന്നു. ഹലോ മക്കളെ, നിങ്ങൾ എവിടെ പോയതാ? അതാരാ അപ്പാട്ടാ? എനിക്കൊന്നും അറിഞ്ഞൂടാ ആരാന്ന്. പേടിക്കണ്ട മക്കളെ, ഇങ്ങോട്ട് വാ. എന്റെ കയ്യിൽ ഇത് എന്താന്ന് നോക്കിയേ. നിങ്ങൾക്ക് മിഠായി ഇഷ്ടല്ലേ? ഇങ്ങോട്ട് വാ. നോക്കിയേ, മഞ്ച് മഞ്ച്, വലിയ മഞ്ച്. നീ അതൊന്നും നോക്കണ്ട, വന്നേ. വാ, ചോദിക്കട്ടെ, മക്കളെ പേരെന്താ? എന്റെ പേര് തക്കൂന്നാ. അങ്കിൾ, ആ മിഠായി ഞങ്ങൾക്ക് തരുവോ? തരാലോ, മക്കൾക്ക് തരാനല്ലേ മാമൻ ഇത് വാങ്ങിയേ. വാ, മാമന്റെ അടുത്തോട്ട് വാ. നീടി പോന്ന് തക്കോ. അമ്മ പറയല്ലേ, അറിയാത്തവരോടൊക്കെ മുട്ടായി മേടിക്കരുത്. ഇത് നല്ല മാമനാ തോന്നപ്പോട്ടാ. വാ, മിഠായി തരും. അക്കുമോനും അപ്പുമോനും ഇങ്ങോട്ട് വാ, മാമ മിഠായി തരാലോ. വാ മക്കളെ. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് മിഠായി ഒന്നും വേണ്ട. നീ നടക്ക്, വേഗം വീട്ടിലെത്തേണ്ടതാ. ഈ ചേട്ടൻ ഒരു മിഠായി വരെ വാങ്ങാൻ വിടൂല. രണ്ടുപേരും ഒന്ന് അവിടെ നിന്നേ. എന്താടാ, ഞാൻ വിളിച്ച നിനക്ക് വരാനൊരു മടി പോലെ? അങ്കിളെ, ദേ മുന്നിന്ന് മാറിയേ, ഞങ്ങൾക്ക് വീട്ടിൽ പോണം. ഈ ആള് കൊള്ളാലോടാ, മറ്റവന് മിഠായി വേണം. എന്നാ അവൻ വാങ്ങിച്ചോട്ടെ, നീ എന്തിനാ അതിന് തടസ്സം നിക്കുന്നേ? അങ്കിളെ, ഞാൻ മുന്നിന്ന് മാറാനാ പറഞ്ഞ, ഞങ്ങൾക്ക് വീട്ടിൽ പോണം. എന്നാ നിങ്ങൾ രണ്ടാളിപ്പം വീട്ടിൽ പോകുന്നില്ല, നിങ്ങൾ എന്റെ കൂടെ വരും. പേടിക്കാതിരിക്കും മോനെ, ഇത് അമ്മ പറയാറുള്ള പിള്ളേരൊക്കെ പിടിച്ചോണ്ട് പോന്ന ആളാന്ന് തോന്നുന്നു. നീ പേടിക്കണ്ട കേട്ടോ. അപ്പോട്ടനില്ലേ മോന്റെ കൂടെ? അപ്പോട്ട് കരാട്ടക്കെല്ലാം പോന്നല്ലേ, അയാൾക്ക് നല്ല ഇടി കൊടുക്ക്. നോക്കാം, അയാളെ നമ്മളടുത്ത് വന്നാ ഞാൻ അവന്റെ കഥ കഴിക്കും. വാട മക്കളെ, വാ, വന്ന് വണ്ടി കേറടാ. മക്കളെ, അപ്പു, തക്കു. അപ്പോട്ട് മാമൻ, മാമാ, മാമാ. മക്കളെ, നിങ്ങളെന്താ ഇവിടെ? ആരാ അത്? ആരാന്നറിയില്ല മാമ. നമ്മളോട് മഞ്ച് വേണോന്ന് ആദ്യം ചോദിച്ചേ. തക്കു വന്നിട്ട് വാങ്ങാൻ പോയി. എന്നിട്ട് ഞാൻ അവനോട് വാങ്ങണ്ട പറഞ്ഞേ. അപ്പൊ അയാള് മെല്ലെ മെല്ലെ നമ്മളെ അടുത്ത് വന്നിട്ട് വണ്ടി കയറണം എന്നൊക്കെ പറയുന്നു. നമ്മള് പേടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴാ മാമൻ വന്നേ. മാമനെ കണ്ടപ്പാടെ അയാൾ ഓടി രക്ഷപ്പെട്ട് കളഞ്ഞ്. ഓ ഗോഡ്, ഞാൻ കറക്റ്റ് സമയത്ത് എന്തായാലും എത്തിയേ. കണ്ടോ മക്കളെ, ഇങ്ങനെ ഒരുപാട് പിള്ളേര് പിടുത്തക്കാരിപ്പോ ഇറങ്ങിയിട്ടുണ്ട്. മക്കളെന്തായാലും ഒന്നും വാങ്ങിയില്ലല്ലോ, നന്നായി മക്കളെ. വാ, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോവാം. ഇതെന്താ നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയേ? എവിടെ പോയതാ? അതില്ല മാമ, കുട്ടിമണിക്ക് അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് കളറൊന്നും ഇല്ല എന്നിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയതാ. മാമി പറഞ്ഞ വഴിയിലൂടെ എല്ലാം നമ്മൾ തിരിച്ചു വന്ന് വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട് പറഞ്ഞിട്ട് ഇതിലൂടെയാ വന്ന്. അതാ മക്കളെ പറയുന്നത്, നമ്മൾ ഒരിക്കലും കുറുക്ക് വഴിയിലൂടെ ഒന്നും പോകാൻ പാടില്ല. നിങ്ങളിപ്പോ നേർവഴിയിലൂടെ വന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാവില്ലേ? ഇതിപ്പോ ഒറ്റപ്പെട്ട വഴിയായതുകൊണ്ടാ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ടാവും എവിടെയെങ്കിലും ഒക്കെ. ഇപ്പൊ ഞാൻ വന്നോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, അല്ലേ അവൻ നിങ്ങളെയും പിടിച്ചോണ്ട് പോയേനെ. ഞങ്ങള് പേടിച്ചു പോയി മാമ. വാ പോവാം. ശരിയാണല്ലോ മോളെ, അതെങ്ങനെ അച്ഛൻ അവർക്ക് കിട്ടിയേ? വാ, എന്തായാലും ചോദിക്കാം. അല്ല മക്കളെ, നിങ്ങളിത് എത്ര സമയമായി പോയിട്ട്? ഞങ്ങൾ രണ്ടുപേരും പേടിച്ചിരിക്കുമായിരുന്നു. രണ്ടാളെയും കാണുന്നുമില്ല, വരുന്നതും കാണുന്നില്ല, വിളിക്കുന്നുമില്ല. നിങ്ങളിത് എവിടെയാ പോയ മക്കളെ? അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഇവരെ കിട്ടിയേ? പറയണ്ട എന്റെ നിമ്മി, എന്തോ ഭാഗ്യത്തിന് ഞാൻ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയേ. എന്താ പറ്റിയേ? മാമി, അതില്ലേ, നമ്മൾ പോകുമ്പോ മാമി പറഞ്ഞു തന്ന വഴിയിലൂടെ തന്നെയാ പോയെ. പിന്നെ തിരിച്ചു വരുമ്പോ അവിടുന്ന് ഒരു അങ്കിള് പറഞ്ഞു അതിലൂടെ വേഗം എത്തുന്നൊരു വഴിയുണ്ട്. എന്നിട്ട് ഞാനും തക്കും കൂടെ അതിലൂടെ വരുമ്പോ ഒരു മാമൻ ഞങ്ങൾക്ക് മഞ്ച് കൊണ്ടു തന്നു. ഞങ്ങളത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അപ്പൊ പറഞ്ഞു വണ്ടി കയറിക്കോ വേഗം എന്ന്. ഞങ്ങള് പേടിച്ച് നിക്കുമ്പോഴാ മാമൻ വന്നേ. മാമനെ കണ്ടപാടെ അയാൾ ഒറ്റ ഓട്ടായിരുന്നു. അയ്യോ എന്റെ ദൈവമേ, ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. എന്റെ ഈശ്വര, നിങ്ങൾ എന്തായാലും കറക്റ്റ് സമയം അവിടെ എത്തിയത് നന്നായി. ഇതന്നെയല്ലേ പറയുന്നേ, മക്കൾക്ക് ഇങ്ങനെ ഓരോന്ന് കൊടുത്ത് ഓരോരാള് തട്ടിക്കൊണ്ട് പോകുന്നൊക്കെ നമ്മൾ ന്യൂസിൽ വായിക്കുന്നതിലേ കേൾക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടിലും എത്തിയത്. എന്തായാലും എന്റെ മക്കള് രക്ഷപ്പെട്ടല്ലോ, ദൈവം കാത്തു. എന്റെ അപ്പാട്ടിനും തപ്പാട്ടിനും സേഫ് ആയിട്ട് എത്തിയല്ലോ.
ഭാഗ്യം തന്നെ. നിമ്മി, നീ അവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക്. പിള്ളേര് നന്നായിട്ട് പേടിച്ചു എന്നാ തോന്നുന്നേ. ഞാൻ എല്ലാവർക്കും കുടിക്കാൻ ജ്യൂസ് എടുക്കാട്ടാ. നിന്റെ ക്രയോൺസ് വേണ്ടേ? താങ്ക് യു അപ്പുവേട്ട, തക്കുവേട്ട. എനിക്ക് ഇഷ്ടപ്പെട്ട ക്രയോൺസ് തന്നെയാ നിങ്ങൾ വാങ്ങിയേ. താങ്ക് യു സോ മച്ച്. മക്കളെ, നിങ്ങളൊന്നിവിടെ ശ്രദ്ധിച്ചേ. കുട്ടികൾ ആരും അച്ഛനോ അമ്മയോ കൂടെ ഇല്ലാതെ പുറത്തൊറ്റയ്ക്ക് പോവാനേ പാടില്ല. പോവുകയാണെങ്കിൽ തന്നെ വീട്ടിൽ പറയണം. അതുപോലെ ആരും ഇല്ലാത്ത വഴികളിലൂടെ ഒറ്റക്കൊന്നും സഞ്ചരിക്കാൻ പാടില്ല. പിന്നെ അറിയാത്ത ആരിൽ നിന്നും ഒരു സമ്മാനങ്ങളും സ്വീകരിക്കാൻ പാടില്ല. അവർ നിങ്ങളെ തട്ടിക്കൊണ്ടുപോകും. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. എല്ലാ കുഞ്ഞുമക്കളും വളരെ ശ്രദ്ധയോടെ നിൽക്കണം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ.